വികസനങ്ങൾ പറയാൻ മന്ത്രിമാർ നമുക്കൊപ്പം ചേരുകയാണ്. മണ്ഡലത്തിലെ വികസനം, ഒപ്പം വകുപ്പിന് കീഴിലുണ്ടായ വികസനം, അതിൽ കിഫ്ബി വഹിച്ച പങ്കും വളരെ വലുതാണ്. ഇന്നെനിക്കൊപ്പമുള്ളത് മന്ത്രി ശ്രീ GR അനിലാണ്. നമസ്കാരം. നമ്മൾ ഈ വികസനത്തെക്കുറിച്ചാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ കിഫ്ബി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ എന്നതറിയാം. അപ്പോൾ കഴിഞ്ഞ ഈ 5 വർഷത്തിനിടെ താങ്കളുടെ മണ്ഡലത്തിൽ നെടുമങ്ങാട്ട് എന്തൊക്കെയാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതും കിഫ്ബിന് കീഴിൽ? നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ അഭൂതപൂർവമായ വികസനത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലം. ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ അത് മറികടക്കാൻ ഗവൺമെൻറ് കണ്ടെത്തിയ ഒരു മാർഗമാണ് കിഫ്ബി എന്ന ധനസ്രോതസ്സ്. കിഫ്ബി വഴി നമ്മൾ സ്വപ്നം കണ്ടിരുന്ന പല പ്രോജക്റ്റുകളും ഇന്നിപ്പോൾ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ സംസ്ഥാന അടിസ്ഥാനത്തിലാണെങ്കിലും ജില്ലകളിൽ കേന്ദ്രീകരിച്ച പദ്ധതികളാണെങ്കിലും എണ്ണി പറയാവുന്ന നിരവധി പദ്ധതികൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതുപോലെ ഓരോ നിയോജക മണ്ഡലത്തിലും അതിനകത്ത് ഒരു ഭരണപ്രതിപക്ഷ ഭേദമന്യേ എല്ലാ നിയോജക മണ്ഡലത്തിൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള വിവിധങ്ങളായ തയ്യാറാക്കിയ പദ്ധതികളാണ് ഈ കാലയളവിൽ യാഥാർത്ഥ്യമാക്കിയത്. എൻ്റെ മണ്ഡലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രോജക്റ്റ് വഴയില നഗരത്തിൻ്റെ അതിർത്തി പ്രദേശമായിട്ടുള്ള പെരുക്കട കഴിഞ്ഞാൽ വഴയിലയാണ്. വഴയിലയിൽ നിന്ന് നെടുമങ്ങാടേക്ക് പോകാൻ 10 കിലോമീറ്റർ ദൂരമാണ്. ആ 10 കിലോമീറ്റർ ദൂരം 4 വരിപ്പാത നിർമ്മാണത്തിന് 1300 കോടി രൂപ കിഫ്ബി ഫണ്ടിലൂടെ ചിലവഴിച്ച് ആ പ്രവൃത്തികൾ ആരംഭിച്ച് പുരോഗതിയിലാണ്. 3 ഘട്ടമായി ഉള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ നെടുമങ്ങാട് പട്ടണത്തെ ഏറ്റവും അധികം ഈ കണക്ടിവിറ്റി റോഡിൻ്റെ സൗകര്യം വലിയ മാറ്റത്തിലേക്ക്, വലിയ കുതിപ്പിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒന്നായിരിക്കും. അതുപോലെ നെടുമങ്ങാട് നിന്നും MC റോഡ് NH പോകുന്ന മംഗലപുരത്തേക്ക് പോകുന്ന 20 കിലോമീറ്റർ റോഡ് 3 റീച്ചുകളിലായി അതിൻ്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 റീച്ചിൻ്റെ പ്രവൃത്തി പൂർത്തിയായി. 232 കോടി രൂപ അതിനുവേണ്ടി കിഫ്ബിയിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. വളരെ വേഗതയിൽ നടക്കുകയാണ്. ഇതുപോലെ നമുക്ക് നെടുമങ്ങാട് പട്ടണത്തിൽ തന്നെ റെസ്റ്റ് ഹൗസിൻ്റെ പ്രവൃത്തി പൂർത്തിയായി. പോളിടെക്നിക്കിൻ്റെയും ഗവൺമെൻറ് കോളേജിൻ്റെയും വിവിധ ബ്ലോക്കുകളുടെ പ്രവൃത്തികൾ പൂർത്തിയായി. നെടുമങ്ങാട് മാർക്കറ്റ് എന്നുള്ള അന്താരാഷ്ട്ര മാർക്കറ്റാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയ 30 കോടിയുടെ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നെടുമങ്ങാട് ആശുപത്രി ജില്ലാ ആശുപത്രിയാണെങ്കിലും ഒരുപാട് പരിമിതികളുള്ള ഒരു ഹോസ്പിറ്റലാണ്. അവിടെ ഏറ്റവും ആവശ്യം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും പ്രവർത്തിക്കാനുള്ള സൗകര്യമാണ്. അത് കണക്കിലെടുത്തുകൊണ്ട് 90 കോടി രൂപയുടെ കിഫ്ബി ഫണ്ടിലൂടെ 6 നില കെട്ടിടത്തിൻ്റെ പ്രവൃത്തി കഴിഞ്ഞ ദിവസം ആരംഭിക്കുകയുണ്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.